ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിനുള്ളൊരു പ്രയാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പലവിധ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. പല എക്സാമുകളിലും ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകാതിരിക്കാം, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നമുക്ക് ജോലി ലഭ്യമാകാതിരുന്നിട്ടുണ്ടാകാം. അങ്ങനെ നിരവധി ഫാക്ടേഴ്സ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം ഒരു പഴങ്കഥയായിട്ട്, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് വരുന്ന എല്ലാ തസ്തികകളിലും നമ്മൾ അപേക്ഷ അയക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഇനിയുള്ള കാലം നമ്മൾ പരിശ്രമിക്കാതെ നമുക്ക് ഒന്നും കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയില്ല. അവസരങ്ങൾ ഉണ്ടെങ്കിലും അതിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം കുറയുകയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പഠനം നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് നമുക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യം ആർജിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം. അതല്ലാതെ ഒരു ഈസി ഗോയിങ് ആയിട്ട് പഠിക്കുക എന്നുള്ള രീതി നിങ്ങൾ അങ്ങ് ഉപേക്ഷിക്കണം. എന്തായാലും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാകണം. അപ്പോൾ അതിനുള്ളൊരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. കേരള ഹൈക്കോടതി പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയിലെ വിജ്ഞാപനം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തസ്തികയെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ, കേരള ഹൈക്കോടതി നടത്തുന്ന റിക്രൂട്ട്മെന്റ് തസ്തികയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും എല്ലാം വന്ന് അപ്പോയിന്റ്മെന്റ് സാധ്യതകളും പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ദിവസങ്ങൾ പരിമിതമായിരിക്കും. അപ്പൊ പലർക്കും പലവിധ ആശങ്കകൾ ഉണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്, പെട്ടെന്ന് എക്സാം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് 10,000 ദിവസങ്ങൾ കിട്ടിയാൽ, അല്ലെങ്കിൽ മാസങ്ങൾ നമുക്ക് കിട്ടിയാലും, നമ്മൾ അവസാനം ആ ഒരു 2 ആഴ്ച 1 ആഴ്ച എത്തുമ്പോൾ വിചാരിക്കും കുറച്ചുകൂടി ദിവസങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറെ കൂടി പഠിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാമിൽ നമ്മൾ ഹാളിൽ ചെന്നിരുന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് നമ്മളത് എഴുതി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടാവും, അയ്യോ കുറച്ചുകൂടി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു, ഇനി എന്തായാലും അടുത്ത എക്സാമിൽ ഞാൻ എന്തായാലും കഷ്ടപ്പെടും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ എക്സാം ഹോളിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നത്. വീണ്ടും എക്സാം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും വീണ്ടും എന്താവുകയാണ്, വീണ്ടും ആ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ തന്നെ എന്നുള്ളൊരു രീതിയിലേക്ക് പോവുകയാണ്. അതായത് സമയക്കുറവുണ്ട്, ജോലി തിരക്കുണ്ട്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സൈഡാക്കി എടുക്കുവാണ് നമ്മളുടെ പഠനം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ആ കിട്ടിയ ദിവസങ്ങള് കാര്യക്ഷമമായ രീതിയിൽ വിനിയോഗിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെ കാര്യക്ഷമമായിട്ട് ഗുണകരമായ രീതിയിൽ നമ്മൾ ആ ദിവസങ്ങള് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. എങ്കിലാണ് നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദിവസങ്ങളുടെ എണ്ണമല്ല പ്രധാനം. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ ഉള്ളതാണെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം കുറെ കാത്തിരിക്കേണ്ടി വരുന്നില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈക്കോളജിക്കലി നമുക്ക് എങ്ങനെയായാലും അത് പഠിക്കണം, കുറച്ച് ദിവസമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും നമ്മൾ പഠിക്കുകയും ചെയ്യും. അതേസമയം കുറേ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സൈക്കോളജിക്കലി നമ്മളുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓരോരുത്തരുടെയും ദിവസങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ നമ്മളുടേതായുള്ള കാര്യങ്ങൾക്ക് ഓരോ ദിവസങ്ങളും നമ്മൾ വിനിയോഗിക്കുകയും നമ്മൾ പഠനത്തിൽ നിന്ന് തെന്നി പോവുകയും ചെയ്യും.
അങ്ങനെ അവസാനം ആവുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടാവും. അപ്പോൾ ഈ ചിന്താഗതി ആദ്യം മാറ്റണം. പഠിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അതിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കണം. ഞാൻ പറഞ്ഞില്ല, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ കിട്ടുള്ളൂ എങ്കിലും അതിനെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമുക്ക് എല്ലാവർക്കും കുറേയേറെ അറിവുകളുണ്ട്. ആരും പഠിക്കാത്തവരൊന്നുമല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും അറിവുകളുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ തുടർച്ചയായിട്ട് പല എക്സാമുകളും കേരള PSCയുടെ എക്സാമുകൾ വന്നതാണ്. അതായത് ICDS സൂപ്പർവൈസർ വന്നു, അതിനുശേഷം പ്രൊബേഷൻ ഓഫീസർ വന്നു, ഇപ്പോൾ വെൽഫെയർ ഓഫീസർ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ പല സോഷ്യൽ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട പല എക്സാമുകൾ വന്നു. സൈക്കോളജിക്കാർക്കും എഴുതാൻ പറ്റുന്ന ICDS സൂപ്പർവൈസർ വന്നു. ഇങ്ങനെ എല്ലാം. അപ്പോൾ ഇതിനെല്ലാത്തിലും അധ്വാനിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുമാത്രമല്ല, നിങ്ങളിൽ കുറെ അറിവുകൾ അപ്പോൾ നിങ്ങളിൽ കിടക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതൊന്ന് പൊടി തട്ടി ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു കോച്ചിങ് ആരംഭിക്കുമ്പോഴും നമ്മൾ മനസ്സിലൊരു തീരുമാനം എടുക്കണം. എനിക്കിതിന് കഴിയും, എനിക്ക് പറ്റും എന്നുള്ളൊരു തീരുമാനം. അതല്ലാതെ ഏത് മികച്ച അധ്യാപകൻ ക്ലാസ് എടുത്താലും എത്ര മികച്ച നോട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അല്ലാതെ പഠിപ്പിക്കുന്ന സ്ഥാപനമോ പഠിപ്പിക്കുന്ന അധ്യാപകനോ ഒന്നുമല്ല. ഇപ്പൊ മികച്ച രീതിയിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങളത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് കഴിയത്തില്ല. അപ്പൊ എല്ലാത്തിലും ഏറ്റവും പ്രധാനം നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളാണ് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകണം. എനിക്ക് കഴിയും, ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ സഹായകരമാകും. എന്ന് വിചാരിച്ച് ആ തീരുമാനം മാത്രമായിട്ട് ഒതുങ്ങരുത്. നമ്മൾ അതിനു വേണ്ടി ആ തീരുമാനം സാധൂകരിക്കുന്ന വിധത്തിൽ നമ്മൾ അധ്വാനിക്കാനായിട്ട് തയ്യാറാകണം. ഈ കാര്യങ്ങളെല്ലാം ഒരു കോച്ചിങ് ആരംഭിക്കുന്നതിന് മുമ്പേ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാലാണ് നമുക്ക് വിജയപഥത്തിലേറാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ പറയുന്ന രീതിയിൽ വെറുതെ സമയം ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്, അത് വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ തസ്തിക എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ കൂടി ഒരു കംഫർട്ട് സോണാണ് ഹൈക്കോടതിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ കേരള PSC പോലെ അത്ര അങ്ങ് ഒരു വരക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സംവിധാനം അല്ല ഇതുവരെ കഴിഞ്ഞ എക്സാമുകളിലെല്ലാം വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊരു ആശ്വാസം തരുന്ന ഒരു ഘടകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് മിക്കവാറും എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു, അതല്ലാതെ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ അങ്ങനെ ഒരു രീതിയിലേക്ക് അതിൻ്റെ ഒരു കുത്തൊഴുക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ എക്സാമുകളിലെല്ലാം കോച്ചിങ് കൊടുത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയുവാണ്, ആ കുട്ടികളെ വലച്ചില്ല. മിക്കവാറും കുട്ടികളെല്ലാം ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതില് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ സംഗതി നമ്മൾ പറഞ്ഞു, നമ്മൾ ശരിക്കും ഇരുന്ന് പഠിച്ച് അത് ലക്ഷ്യം നേടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാകണം. എങ്കിലാണ് നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരാം. ഇല്ല, നമ്മൾ എത്ര വലുതായാലും എന്തെങ്കിലും ഒരാൾ പറയുമ്പോൾ ആ ആളുടെ വാക്കുകളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ശക്തി ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ശരിയാണ് ആ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകുകയും നമ്മൾ പഠനത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിലൊന്നും പ്രായമൊന്നും ഒരു മാനദണ്ഡമല്ല. വലുതായാലും ചെറുതായാലും ചിലപ്പോൾ ചിലരിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്നവരുണ്ടാകും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ എൻ്റെ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് പറ്റും എന്നൊരു തീരുമാനത്തിലെത്തി പഠിച്ചു തുടങ്ങിയാൽ അത് വലിയൊരു കാര്യമാണ്. അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ സജ്ജരായി. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. കാരണം പലപ്പോഴും സൈറ്റിൽ എന്തെല്ലാമോ പ്രശ്നങ്ങൾ കാരണം പലർക്കും കഴിയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ അങ്ങ് പോകും തോറും അത് സെർവർ ബിസി ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നെറ്റ് ഇഷ്യൂസൊക്കെ മുഖാന്തിരമൊക്കെ ആയിട്ട് ധാരാളം പേര് ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മുഖാന്തിരമൊക്കെ ആയിട്ട് സൈറ്റിൽ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നേരത്തെ തന്നെ അത് അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും അത് പുതുതായിട്ടുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി പറയുവാണ്. റിക്രൂട്ട്മെന്റ് നമ്പർ 7/2025 ആണ് നമ്മളുടെ ആ തസ്തിക, പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 55,200 തുടങ്ങി, സ്കെയിൽ ഓഫ് പേ 55,200 തുടങ്ങി 1,15,300 രൂപയാണ്. കാരണം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. എല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് എത്ര എണ്ണി മേടിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, 55,200 തുടങ്ങി 1,15,300 രൂപ വരെയാണ് അതിൻ്റെ ആ ഒരു ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ആശ്വാസമോ അത്രയും പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ഒരു എമൗണ്ട് നമ്മളിൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നല്ല രീതിയിൽ പഠിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വെറുതെ നമ്മളൊരു ഈസി ഗോയിങ് ആയിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞാൽ അത്തളം ഇതുള്ള തവളാച്ച് കളിച്ചിട്ട് കിട്ടേണ്ട ഘടകമാണോ ഇത്? അല്ല. നമ്മൾ ശരിക്കും അധ്വാനിച്ചാലാണ് നമുക്കതിൽ കയറാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇതാണ്. ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ പലർക്കും കൺഫ്യൂഷനാണ്. ഇത് പല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്കിലുള്ള മാസ്റ്റർ ഡിഗ്രി, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സൈക്കോളജി, സൈക്കോളജിയിലുള്ള പോസ്റ്റ് PG ആണ് പറയുന്നത്. സൈക്കോളജിയിലുള്ള PGയോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലുള്ള മാസ്റ്റർ ഡിഗ്രി MSW ആണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പ്രത്യേകം പറയുന്നു, ഇനി ആ ഡിഗ്രി പൊസസ് ചെയ്തത് കേരളത്തിലെ അംഗീകൃത സർവകലാശാലകളിൽ നിന്നല്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? അവര് ഷുഡ് ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നു. റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കേണ്ടി വരും. അതിപ്പോഴല്ല, അത് നിങ്ങളെ എപ്പോഴാണ് അവർ ആവശ്യപ്പെടുന്നത് ആ സമയത്താണ്. ഇപ്പോൾ ആപ്ലിക്കേഷനിൽ ഒരു സംഭവവും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ആകെ നമുക്ക് വേണ്ടത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും. അത് അവർ പറയുന്ന ഒരു സൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആ നോട്ടിഫിക്കേഷനും ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. അത് രണ്ടും വായിച്ചു നോക്കിയതിനു ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ MSW അല്ലെങ്കിൽ PG ഇൻ സൈക്കോളജിയിലുള്ള PG ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചതായിരിക്കണം. അതെല്ലാം വെളിയിൽ പഠിച്ചവരാണ്, പുറത്ത് പഠിച്ചവരാണെങ്കിൽ അത് ഈ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവർ പഠിച്ച, നിങ്ങൾ ഓരോരുത്തരും പഠിച്ച, പുറത്തോ പഠിച്ചതാണെങ്കിൽ അത് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഇക്വലൻസി ആണ് അവിടെ പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുക. അത് ഇപ്പോഴല്ല, എപ്പോഴാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. അതായത് നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പായിട്ട്, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇതിനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതല്ലാതെ കേരളത്തിൽ പഠിച്ചവർക്ക് മാത്രമല്ല എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. പിന്നെ വയസ്സിന്റെ കാര്യം, ചിലർക്ക് അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. 18-36, 18-36 വയസ്സിനും മധ്യപ്രായം. എന്നിട്ട് റിലാക്സേഷൻ പ്രത്യേകിച്ചുണ്ട്, അതും മനസ്സിലാക്കുക. അതായത് OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും. അപ്പം 39 വയസ്സ് വരെ OBC വിഭാഗങ്ങൾക്ക് എഴുതാം,
41 വയസ്സ് വരെ SC ST വിഭാഗങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് 18 തുടങ്ങി 41 വരെ SC ST, 18 തുടങ്ങി 39 വയസ്സ് വരെ OBC കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വയസ്സിൻ്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായി. അപ്പോൾ ഇങ്ങനെയാണ് 18 to 41, 18 to 39. ജനറൽ ആണെങ്കിൽ 18 to 36 എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പിന്നെ അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് പറയുന്നത്, എക്സ്പീരിയൻസ് ചിലർക്ക് അപ്പോൾ അതൊരു ഡൗട്ടാണ്. ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഇൻ ഫാമിലി കൗൺസിലിംഗ് ഫോർ മിനിമം പീരീഡ് ഓഫ് 2 years ആണ് അവർ പറയുന്നത്. ഫാമിലി കൗൺസിലിംഗിൽ 2 വർഷത്തെ ചുരുങ്ങിയ എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാൻഡിഡേറ്റ്സ് റിഗാർഡിംഗ് മിനിമം എക്സ്പീരിയൻസ്, the conditions regarding the minimum experience in family counseling may be relaxed in case of candidates otherwise exceptionally qualified and found suitable. എന്താണ് അവര് otherwise qualified and found suitable. ഈ 2 കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ആ സംഭവം മിനിമം എക്സ്പീരിയൻസ് വേവി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അതായത് നിങ്ങൾ അതർവൈസ് ക്വാളിഫൈഡ് ആണെന്ന് അവർക്ക് ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ അവർക്ക് തോന്നണം. അതുപോലെ സൂട്ടബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പരിഗണിക്കാതെ തന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ പറയുന്ന നിയമനം കിട്ടും. പിന്നെ ഈ എക്സ്പീരിയൻസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു റിക്വയർമെന്റ് അല്ല. അപ്പോൾ നമ്മളുടെ ആദ്യം പറഞ്ഞ ക്വാളിഫിക്കേഷൻ MSW, അതേപോലെ തന്നെ PG in സൈക്കോളജി, അത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചതോ അല്ലെങ്കിൽ പുറത്തു പഠിച്ചവരാണെങ്കിൽ കേരളത്തിലുള്ള സർവകലാശാലകളിൽ നിന്ന് റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റോ വേണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നു. അപ്പൊ അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എടുത്തൊന്ന് വായിച്ചു നോക്കി. എന്താ അതിൽ പറയുന്നത്? അതിൽ പറയുന്നത് മിനിമം എക്സ്പീരിയൻസ് പറയുന്നു, എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു റിലാക്സേഷൻ പറയുന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് മാൻഡേറ്ററി റിക്വയർമെന്റ് അല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചിലർ പറയും അയ്യോ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അവർ പറയുന്നുണ്ടോ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം ഗവൺമെന്റ് അംഗീകരിച്ച സ്ഥാപനത്തിൽ വേണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഈ ഫാമിലി കൗൺസിലിംഗ് ആരെങ്കിലും ഫ്രീലാൻസ് ചെയ്യുന്നവരില്ലേ? അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ കാണിക്കും? ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാമല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കാണിക്കുക. നമ്മൾ ഓൺലൈനായിട്ട് സ്വയമായിട്ട് ചെയ്തിരിക്കുവാണ് 2 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ 5 മാസമോ, മനസ്സിലായി? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം നമ്മൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നമുക്കിത് കൗൺസിലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അതിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പോലും ഇതിൽ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. അതുകൊണ്ടാണ് അവരത് വേവ് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞേനെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കൗൺസിലിംഗ് നടത്തിയ ഒരു പരിചയം വേണമെന്ന് പറഞ്ഞേനെ. ഇതിപ്പോ നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്തതെന്ന് വിചാരിക്കും, അതെന്താ എക്സ്പീരിയൻസ് അല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്ക്. സ്വന്തമായിട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട്, അത് എന്താ എക്സ്പീരിയൻസ് അല്ലേ? വേറൊരാളുടെ അടുത്ത് പോകുമ്പോഴാണോ എക്സ്പീരിയൻസ് കിട്ടുക? ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മണ്ടത്തരങ്ങളാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനമാണ്. നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ അങ്ങ് കാണിക്കുക. എക്സ്പീരിയൻസ് അതിലൊക്കെ ചോദിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ആരുടെ കീഴിലാണ്, എങ്ങനെയാണ് എന്നെല്ലാം ചോദിക്കും. സെൽഫ് അടിച്ചു കൊടുക്കണം. നമ്മൾ സ്വന്തം ചെയ്തു, അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ സ്വന്തം ചെയ്തവർ പിന്നെ വേറൊരാളുടെ പേരെടുത്ത് നുണ പറയുന്നത് എന്തിനാണ്? വ്യാജമായിട്ട്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാം, നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. പിന്നെ പലരും ചെയ്യുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്. അല്ലാതെ ചിലപ്പോൾ ചിലർ ഈ ഫാമിലി കൗൺസിലിംഗ് മാത്രം സ്പെഷ്യലൈസേഷൻ ചെയ്യാത്തവരും ഉണ്ട്. പക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ട്, അറിയാം, അതിലൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പൊ അവർ ആ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് കാണിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ അതിൽ തസ്തിക ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഓൺലൈനായിട്ടാണ്, അതങ്ങ് മാർക്ക് ചെയ്യുക.
അങ്ങനെ ചെയ്യരുത് എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കണ്ണുപൊട്ടി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ആ ഫാമിലി കൗൺസിലിങ്ങിലുള്ള മിനിമം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് അല്ല. അതേസമയം ക്വാളിഫിക്കേഷൻ എന്താണ്? മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചതായിരിക്കണം. അതല്ലെങ്കിൽ പുറത്തു പഠിച്ചതാണെങ്കിലും വ്യക്തമാക്കി പറയുന്നു, കേരളത്തിലെ സർവകലാശാലകൾ അതിൽ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അവിടുന്ന്, അത് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതിൽ പറയുന്നില്ല? ഇതിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ഇതിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇതിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ അങ്ങനെ പറയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് മിനിമം എക്സ്പീരിയൻസ് ഇത്ര വേണം. അതെ, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. സെൽഫാണ്, ഞങ്ങൾ ഓൺലൈൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ആരും അയക്കാതെ ഒന്നും ഇരിക്കണ്ട, എല്ലാവർക്കും അതിൽ അയക്കാൻ പറ്റും, ഇതിൽ അറിയാൻ പറ്റുന്ന എല്ലാവരും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അപ്പൊ ഫീമെയിൽസിന് എന്താണ് പ്രിഫറൻസ് പറയുന്നുണ്ട്. അതിൽ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം മാർക്കിൽ 5 മാർക്ക് വെയിറ്റേജ് മാർക്കാണ് ഈ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ കിട്ടുക. മനസ്സിലായി? ഇന്റർവ്യൂവിൽ അപ്പിയർ ചെയ്യാനായിട്ടുള്ള ആ മിനിമം മാർക്കിൽ ഒരു 5 മാർക്ക് കുറവ്, 5 മാർക്ക് വെയിറ്റേജ് മാർക്ക് ആർക്ക് കിട്ടും? ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കിട്ടും. അതാണ് നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ്. അപ്പോൾ 5 മാർക്കും വെറുതെ കിട്ടുവാണ്. ഓക്കെ, ലേഡീസിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ ഫാമിലി കൗൺസിലിങ്ങിന് ഇങ്ങനെ കൊടുക്കാം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ അതിൽ സെലക്ഷൻ എന്ന് പറയുന്ന സെലക്ഷനിൽ പ്രധാനമായിട്ടും റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ രണ്ടും. ഒന്നുകിൽ ഇന്റർവ്യൂ മാത്രം എന്ന് പറയുന്നു. ഇന്റർവ്യൂ മാത്രം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാൻഡിഡേറ്റ്സ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിനു മുമ്പും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടും കുട്ടികളെ ഓരോ വർഷം ചെല്ലും തോറും അപേക്ഷകരുടെ എണ്ണം കൂടുകയാണ്. അപ്പം എന്തായാലും ഇന്റർവ്യൂ മാത്രം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ മാത്രമാണെങ്കിൽ 100 മാർക്കിൻ്റെതാണ്. ഇന്റർവ്യൂ മാത്രമാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ മാത്രമാണെങ്കിൽ 100 മാർക്കിൻ്റെയാണ് ഇന്റർവ്യൂ വരുന്നത്. ഇനി റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവും ആണെങ്കിൽ ഇന്റർവ്യൂ മാർക്ക് 50 മാറും. ഇന്റർവ്യൂ 50ഉം റിട്ടേൺ ടെസ്റ്റിന് 100 മാർക്കും ആണ് വരുന്നത്. അപ്പോൾ രണ്ടും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിനു മുമ്പുള്ളതും അതിനു മുമ്പുള്ള രീതിയിലും എല്ലാം. 2 രീതി, അതായത് റിട്ടേൺ ടെസ്റ്റും ഉണ്ടായി, അതേപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടായി. ഇന്റർവ്യൂ 100 മാർക്കിൻ്റെതും റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ 50 മാർക്കിൻ്റെയും റിട്ടേൺ ടെസ്റ്റ് 100 മാർക്കിൻ്റെയും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ റിട്ടേൺ ടെസ്റ്റിൽ വരുന്നത് ജനറൽ നോളജ് കടന്നു വരും. അതേപോലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, പിന്നെ അതേപോലെ അനലിറ്റിക്കൽ എബിലിറ്റി, സോഷ്യൽ വർക്ക് ആൻഡ് സൈക്കോളജി. അപ്പോൾ പ്രധാനമായിട്ടും കടന്നു വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക്, സൈക്കോളജി, ലോ റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ലോസ്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സോഷ്യൽ വർക്ക്, സൈക്കോളജി, ലോ റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ. അതായത് കഴിഞ്ഞ എക്സാമുകളിലെല്ലാം തന്നെ ഏകദേശം 80ഓളം ഈ മേഖലകളിൽ നിന്ന് മാത്രമായിട്ടാണ് വന്നത്. ബാക്കി 20 മാർക്കാണ് നമ്മൾ ഈ പറയുന്ന മെന്റൽ എബിലിറ്റിയിൽ നിന്നും GK എല്ലാം കൂടി മിക്സ് ചെയ്തു വരുന്നത് 20 മാർക്ക്. മനസ്സിലായി? അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു 5 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് വന്നാലേ ഉള്ളൂ മെയിനായിട്ട് വരുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇത് മെയിൻ ഭാഗമാകാൻ കാരണം എന്താണ്? നമ്മളുടെ തസ്തിക അതാണ്. അതായത് ഫാമിലി പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയാകുമ്പോൾ കുറേ GK ചോദിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? കുറേ മെന്റൽ എബിലിറ്റി ചോദിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ കൗൺസിലിങ്ങിൽ എത്രമാത്രം പ്രാവീണ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, ആ ബുക്ക് നോളജ് എത്രയുണ്ട് എന്നറിയുന്നതിന് വേണ്ടി എന്താണ് പഠിപ്പിക്കുക? ഈ പറയുന്ന
ചോദിക്കുന്നത് സോഷ്യൽ വർക്ക്, സൈക്കോളജി, ലോ റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, ആ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഫാമിലി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. അപ്പോൾ അതിൽ സെൽഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇൻ്റർവ്യൂവിൽ എന്തായാലും വരുന്ന ക്വസ്റ്റ്യനുകൾ ഒരു 95% ഫാമിലി കൗൺസിലിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആയിരിക്കും. പിന്നെ വളരെ വിരലിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ലോ ഭാഗത്തു നിന്നും സൈക്കോളജി ഭാഗത്തു നിന്നും വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ കൂടുതൽ ഭാഗങ്ങൾ ഏകദേശം വരുന്നത് ഫാമിലി കൗൺസിലിംഗ്, ആ പ്രൊസീജിയേഴ്സിനെയൊക്കെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട്. ഇപ്പം നമ്മളുടെ കുട്ടികൾ അപ്പിയർ ചെയ്തവരിൽ നിന്ന് കിട്ടിയ വിവരമാണ്. പിന്നെ ചിലരിൽ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്, അതിൽ സോഷ്യൽ വർക്ക് ചിലർക്ക് വന്നപ്പോൾ മിക്സ് ചെയ്തൊക്കെ ചോദിച്ചായിട്ടാണ്. പക്ഷെ ഭൂരിഭാഗം പേരുടെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും വന്നത് ഫാമിലി കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഉള്ള ക്വസ്റ്റ്യനുകളാണ് കൂടുതലായിട്ടും കടന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇൻ്റർവ്യൂ ബോർഡിൽ 2 പേരോ 3 പേരടങ്ങുന്ന ഒരു ബോർഡായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും വലിയ വലക്കുന്ന രീതിയിലുള്ള ഒരു രീതിയൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പത്തെ പ്രാവശ്യവും ഒന്നും ഉണ്ടായത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രീതിയാണ്. പല കുട്ടികളും പോയി വന്നതിന് ശേഷം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ, ഞങ്ങൾക്കെല്ലാം പറയാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടികളാണ് മിക്കവാറും കുട്ടികൾ പറയുന്നത്. വളരെ കംഫർട്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം പറഞ്ഞത്. പിന്നെ അതിൽ ചുരുക്കം ചില കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് എക്സ്പീരിയൻസ്, അതായത് അവർ എല്ലാം കംഫർട്ടാണെന്ന് പറഞ്ഞു, പക്ഷെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഉള്ള കാരണം കൊണ്ട് റാങ്ക് ഇതിൽ വന്നു, പക്ഷെ ഇൻ്റർവ്യൂവിന് ശേഷം എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് മെമ്മോ കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്നത് ശ്രദ്ധിക്കണം. അതർവൈസ് ക്വാളിഫൈഡ് ഓർ ഫൗണ്ട് സ്യൂറ്റബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത്. ബാക്കിയുള്ളവരെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ജോലി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിത് തിയറി എല്ലാം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ഇൻ്റർവ്യൂവിന് മുമ്പ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫാമിലി കൗൺസിലിംഗ്, അതേപോലെ ഈ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ്, അതേപോലെ നമ്മളുടെ സൈക്കോളജി, സോഷ്യൽ വർക്ക് ഭാഗങ്ങൾ, ആ തിയറികളും എല്ലാം ഒന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നോക്കിയിട്ട് വേണം. കാരണം ഇൻ്റർവ്യൂ 50 മാർക്കിൻ്റേതാണ്. ആ 50 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഗൗരവത്തോടു കൂടി തന്നെ പോകണം. കേരള PSCയുടെ ഇൻ്റർവ്യൂ 20 മാർക്കാണ്. അത് നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് എന്തായാലും നമ്മളൊന്ന് തല കാണിച്ചാൽ നമുക്ക് 9 മാർക്ക് കിട്ടും. മനസ്സിലായത്? വെറുതെ നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായാൽ മതി, 9 മാർക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നത് 14 മാർക്കാണ്. കേരള PSCയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല ശക്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞാലും 14 മാർക്കാണ് മാക്സിമം ഇപ്പോൾ കൊടുത്ത് കാണുന്നത്. മനസ്സിലായി? ഇനിയിപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ കൂടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിലും പൊതുവായിട്ടൊരു 14 മാർക്കിലെത്തിയാണ് നിൽക്കുന്നത്. പക്ഷെ ഹൈക്കോടതിയിൽ അങ്ങനെയല്ല, നമ്മൾ 50 മാർക്കിൻ്റേതാണ്. അപ്പോൾ എല്ലാ മേഖലകളിലുമുള്ള നിങ്ങളുടെ ഒരു പ്രാവീണ്യം പരിശോധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഫാമിലി കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതേപോലെ സൈക്കോളജി, സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ഇൻ്റർവ്യൂവിൽ 40% മാർക്ക് ഉണ്ടെങ്കിലാണ് ജനറൽ കാറ്റഗറി നമ്മൾ രക്ഷപ്പെട്ട റാങ്ക് ലിസ്റ്റിലേക്ക് എത്തത്തുള്ളൂ. അല്ലാത്ത OBC അതേപോലെ SC/ST വിഭാഗങ്ങൾക്കാണെങ്കിൽ 35% മാർക്ക് മതിയാകുന്നതാണ്. അപ്പോൾ എന്ന് വിചാരിച്ചതൊന്നും നമുക്ക് നേടാൻ കഴിയാത്ത ഒരു കടമ്പയൊന്നുമല്ല. മനസ്സിലായി? എല്ലാം നമുക്ക് നേടാൻ കഴിയും. നമ്മൾക്കൊരു തീരുമാനമുണ്ട്, എനിക്ക് പറ്റും, എനിക്ക് കഴിയുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇതെല്ലാത്തിലും തടസ്സങ്ങളാണ് നമ്മളെല്ലാവരും ആദ്യമേ ചിന്തിക്കുന്നത്. അതെനിക്ക് കഴിയില്ല, ഇതെനിക്ക് കഴിയില്ല, അതിൽ കുറേ കുട്ടികളുണ്ടാവും, ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാകാൻ കഴിയില്ല, ഇങ്ങനെയുള്ള കുറേ തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ എന്തിനാ? നമ്മളെ മുന്നോട്ട് നയിക്കാതിരിക്കാനായിട്ടുള്ള കുറേ തടസ്സവാദങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കാതിരിക്കാനും പൈസ മുടക്കാതിരിക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കാതിരിക്കാനുമായിട്ടുള്ള കാരണങ്ങൾ
നമ്മളെല്ലാവരും കാരണങ്ങൾ നിരത്താനായിട്ട് ബഹുമിടുക്കരും മിടുക്കികളുമാണ്, മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാണ്. കാരണം എങ്ങനെ നമുക്ക് പഠിക്കാതിരിക്കാം എന്നുള്ള കാരണങ്ങളാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നു, ഒരു 3 മാസം നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് കഴിയും, നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ മുൻപുള്ള വിജ്ഞാപനം വന്നത് 20/10/2022 20/10/2022 വിജ്ഞാപനം വന്നത് 20/10. ഇനി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് 5/2/2023 5/2/2023 അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. എത്ര സ്പീഡി ആയിട്ടാണ് എക്സാം നടന്ന് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സാം നടന്നത് 5/2 എക്സാം 5/2 എക്സാം 5/2/2023 എക്സാം 5/2 കുട്ടി? ഫെബ്രുവരി 5 നടന്നത്. ഷോർട്ട് ലിസ്റ്റ് അപ്പോ ഷോർട്ട് ലിസ്റ്റ് ഏപ്രിൽ. അത് റാങ്ക് ലിസ്റ്റാ കുട്ടി. എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് എനിക്ക് അറിയില്ല സാറേ. എക്സാം നടന്നത് ഫെബ്രുവരി 5 2023. അതെ അല്ലേ? അത് ഞാൻ പക്ഷെ ഇവിടെ കുറിച്ചിരിക്കുന്ന 5/2 26/4/2023 ഇന്റർവ്യൂ വന്നു. 26/4/2023 26/4 അവർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്റർവ്യൂ ഈ പറയുന്ന രീതിയിൽ മൊത്തം 66 പേരാണ് ആ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 66 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 5/2 ആണെന്നുണ്ടെങ്കിലും എക്സാം 5/2 ആണെന്ന് കണക്ക് കൂട്ടിയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 11, 12, 1, 2 4 മാസം തികച്ചില്ല. 3 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? 5/2 ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നത് എക്സാം ഡേറ്റ് 5/2 ആണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും അത് ഗ്രൂപ്പിൽ പറയാം കേട്ടോ. അപ്പൊ 66 പേരാണ് അതിൽ ഈ റാങ്കിൽ നമ്മുടെ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 17 പേര് 15 പേര് വെച്ചിട്ടാണ് ഇവർ ഇന്റർവ്യൂ നടത്തിയത്. ആ ഇന്റർവ്യൂയുടെ ആദ്യത്തെ ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് 26/4/2023. അപ്പൊ 2-ാം മാസം എൻ്റെ ഇതില് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ 4-ാം മാസമാണ് എന്ത് വരുന്നത്, ഇന്റർവ്യൂ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഇന്റർവ്യൂ 24 ദിവസങ്ങളിലായിട്ടാണ് ആ ഇന്റർവ്യൂ നടന്നിരിക്കുന്നത്. 17 പേര് ആദ്യം, പിന്നെ 15 എന്നിട്ട് 4 ദിവസങ്ങളിലായിട്ടാണ്. എന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്നതോ 13/7/2023 13/7/2023 റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ആദ്യം ഷോർട്ട് ലിസ്റ്റിൽ 66 പേരുണ്ടായ സ്ഥലത്ത് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ 23 പേരായി. 23, അതായത് പകുതി പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് വന്നത്. അപ്പൊ അത്രയും നമ്മൾ ആ ഇന്റർവ്യൂവില് പെർഫോം ചെയ്യണം എന്നർത്ഥം. മനസ്സിലായോ? ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അറിഞ്ഞിട്ട് നമ്മൾ പഠിക്കണം. അതല്ലാതെ വെറുതെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി അധ്വാനിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒന്നും വലക്കുന്നതായുള്ള രീതികളിലൊന്നുമുള്ള ഇതല്ല ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു സീക്വൻസ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, തുടങ്ങിയത് 10/2022 തുടങ്ങി 7/2023 ആയപ്പോഴേക്കും, അതായത് 11, 12 പിന്നെ ഈ പറയുന്ന രീതിയിൽ 7 മാസം, അതിൽ 6 മാസം കൂട്ടിയാൽ മതി. ഏകദേശം 8 മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. 8 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. റാങ്ക് ലിസ്റ്റ് വരെ വന്നു. ഈ ഒരു രീതി ഇതിനു മുമ്പുള്ളതിലും ഇതേ രീതി തന്നെ. അതിൽ 8 ആയില്ലെന്ന് തോന്നുന്നു, 7 മാസം. അതിന് മുമ്പുള്ളത് ഞാൻ എടുത്തില്ല. 7 മാസത്തിനുള്ളിൽ വന്നു. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണ് ഈ തസ്തിക എന്നുള്ളതൊന്ന് അറിയണം. അതല്ലാതെ വെറുതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്താണ് ഈ പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തിക എന്നുള്ളത്? അപ്പൊ അത് നമ്മുടെ ഫാമിലി കോർട്ട് ആക്ട് 1984
അതേപോലെ അതിന്റെ റൂൾസ് ഉണ്ട്. ഈ ആക്റ്റും റൂൾസും പ്രകാരം ആക്ടിലെ സെക്ഷൻ 6 റൂളിലെ റൂൾ 17 റൂള് പ്രകാരം കൗൺസിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹൈക്കോർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു തസ്തികയാണ് ഈ പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തിക എന്ന് പറയുന്നത്. അതായത് ഓരോ നമ്മുടെ ഫാമിലി കോടതികളിൽ വരുന്ന മാറ്റേഴ്സ് എന്തായിരിക്കും? ലോ റിലേറ്റിംഗ് ടു മാരേജ്, ഫാമിലി മാറ്റേഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഡിവോഴ്സ്, മാരേജ്, കസ്റ്റഡി ഓഫ് ദ ചൈൽഡ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ ഈ പറയുന്ന രണ്ട് വാദിയെയും പ്രതിയെയും, റെസ്പോണ്ടന്റിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന കംപ്ലൈൻറ്റിൻ്റെയും എന്ത് ചെയ്യണം? അവരെ കൗൺസിലിങ്ങിന് വിടും. വാദിയെയും പ്രതിയെയും എന്ത് ചെയ്യും? കൗൺസിലിംഗ് നടത്തണം. ആ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഈ പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയിലൂടെ നിറവേറ്റപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഫാമിലി കോർട്ടിൽ സമർപ്പിക്കണം. അപ്പോൾ അതെല്ലാം ആരാ ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ കൗൺസിലറാണ്. അപ്പോൾ അതാണ് ആ തസ്തിക എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള നല്ല ഒരു ജോബിലേക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്താൻ പോകുന്നത്. അതായത് സാലറി വൈസ് നോക്കിയാലും അല്ലാതെ നമ്മളുടെ രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം കൊണ്ടും തന്നെ വളരെ കംഫർട്ടായിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തസ്തികയിലേക്കാണ്, ഗസറ്റഡ് ആയിട്ടുള്ള റാങ്കിലേക്ക് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും വലതുകാല് വെച്ച് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൽ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? അത്രയും ഇത് വലിയൊരു തസ്തികയാകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളൊരു എഫർട്ട് ഇടണം. അത് ഇടാനായിട്ട് കഴിയും നമ്മൾക്ക് ഓരോരുത്തർക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ അത് നടക്കില്ല എന്നുള്ളൊരു തോന്നൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അപ്പോൾ തസ്തിക എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഫാമിലി കോർട്ട് ആക്ടിലും റൂളിലും ഇതെല്ലാം നമ്മൾ പഠിക്കും. ഈ നമ്മുടെ ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചാലേ ഉള്ളൂ. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുവാണ്, ഇൻ്റർവ്യൂവിന് ചോദിക്കുവാണ്, എന്താണ് ഈ തസ്തിക, എങ്ങനെയാണ് ഈ സംഭവം വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒരു രക്ഷപ്പെടത്തില്ല. അപ്പോൾ നമ്മളിതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. അതാണ് ഈ പറഞ്ഞത് ലോ റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി ലോസ് കടന്നു വരും. അതായത് ഈ പറയുന്ന രീതിയിൽ ഫാമിലി ലോസ് കടന്നു വരും, അതേപോലെ തന്നെ ലോ റിലേറ്റിംഗ് ടു മാരേജ് കടന്നു വരും, ലോ റിലേറ്റിംഗ് ടു ഡിവോഴ്സ് കടന്നു വരും, അതേപോലെ ഡൗറി കടന്നു വരും, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അങ്ങനെയുള്ള ഇത് വരും, മുസ്ലിം ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം മാരേജ്, ഇതിങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൽ കടന്നു വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ആ ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മളുടെ സൈക്കോളജി, സോഷ്യൽ വർക്ക് മെജോറിറ്റി കടന്നു വരികയും നമുക്ക് ലോ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്നാലും 20ഓളം ക്വസ്റ്റ്യൻസാണ് അതിൽ കൃത്യമായിട്ട് വന്നത്. പക്ഷെ അതിന് മുമ്പുള്ള എക്സാമിൽ ലോയിൽ കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ കടന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഭാഗങ്ങൾ 3 ഭാഗങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വിചാരിച്ച് GK പഠിക്കണ്ട എന്നല്ല. GK നമ്മൾ ജനറലായുള്ള GKയും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി അതിന് സ്ഥാനമുണ്ട്. 20 മാർക്കാണ് അതിൽ കൃത്യമായിട്ട് കടന്ന് വരുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള മേജർ പോർഷൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഈ പറയുന്ന എല്ലാവരും പല കേരള PSCയുടെ പല തസ്തികകളിലും അപേക്ഷിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ GK ഒക്കെ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരത്തില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പം ഇതാണ് അതിൻ്റെ
കാര്യങ്ങൾ, അതായത് നമുക്ക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ എക്സ്പീരിയൻസിന് പ്രാധാന്യമുണ്ടോ എന്ന് മനസ്സിലാക്കി. പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴാണ് ആ പ്രാധാന്യം വരുന്നത്? ഇൻ്റർവ്യൂവിന് നമുക്ക് ആ ഒരു പ്രാധാന്യം തിരിച്ചറിയേണ്ടി വരും എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്യുന്നതിൽ അതൊരു മാനദണ്ഡമല്ല, മാൻഡേറ്ററി റിക്വയർമെൻ്റ് അല്ല. പിന്നെ ഏജിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ സബ്ജക്റ്റുകൾ സൈക്കോളജി, സോഷ്യൽ വർക്ക്, അതേപോലെ ലോ, ഇതാണ് മെയിനായിട്ട് വരുന്നത്. 80% ബാക്കി 20 ആണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു വളരെ സ്പീഡായിട്ടാണ് എക്സാം നടക്കുന്നത്, അല്ലാതെ അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പം നമ്മൾ കുറേ കാലം ഇനി കാത്തിരിക്കണമല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. പഠിക്കുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് പഠിക്കണം, അതിനുവേണ്ടി ഇറങ്ങണം. അതല്ലാതെ ഇങ്ങനെ ശങ്കിച്ച് നിന്ന് ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമ്മൾ ഓരോ ദിവസം നമ്മൾ തള്ളി നീക്കും തോറും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ആ ദിവസങ്ങൾ നമ്മൾ കാര്യക്ഷമമായ രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയണം. അപ്പോൾ പലരും വിചാരിക്കും ഞങ്ങൾ വെൽഫെയർ ഓഫീസറിന് ചേർന്നിരിക്കുവാണ്, അപ്പോൾ പിന്നെ ഇതിന് രണ്ടിനും കൂടി പറ്റുമോ സാറേ, ഇതെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വെൽഫെയർ ഓഫീസർക്ക് പഠിക്കുവാണെങ്കിലും സോഷ്യൽ വർക്ക് പഠിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ലോസിലെ ചില ഭാഗങ്ങൾ വെൽഫെയർ ഓഫീസർക്ക് വലിയൊരു വാസ്റ്റ് സിലബസാണ്, അതിലും കുറേ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതിലും നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുന്നുണ്ട്, ലോ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ മിക്സിംഗ് ആയിട്ട് ലിങ്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുന്നത് ഒരിക്കലും നമുക്കൊരു നഷ്ടമായിട്ട് വരുന്ന കാര്യമല്ല. അതേസമയം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഫലം കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ എൻറ്റയർലി ഡിഫറൻറ്റ് സബ്ജക്റ്റാണ്. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങൾ ഓരോരുത്തരും കുറേയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയവർ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഹെലീന കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതാണ്. ചിന്നു മോള് കഴിഞ്ഞ ക്ലാസ്സിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇതിലുണ്ടെന്ന് തോന്നുന്നു, ഇതിൽ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാരണം പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും, കാരണം ഈ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായാലും ഈ പറഞ്ഞവരുടെ എല്ലാവരുടെയും പേരുകൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഈ പേരുകളൊക്കെ നമ്മൾ പതിയും നമ്മുടെ മനസ്സിൽ. മനസ്സിലായി? ഇതെല്ലാം അതാണ് പഠിപ്പിക്കുമ്പോഴുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാര്യമായിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ചില ടീച്ചേഴ്സ് നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടില്ലേ? കാരണം വെച്ചാൽ അവർ അതിലാണ് വിജിലൻ്റ് ആയിട്ടിരിക്കുന്നത്. ആ ക്ലാസ് എൻ്റയർ ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുവാണ്. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചോക്കൊക്കെ എടുത്തെറിയും. ആ ടീച്ചർ അവിടെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ചിലാണ്, ടീച്ചർ കണ്ടിട്ടുണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെയല്ല. ഇതിങ്ങനെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സംവിധാനം ആണെങ്കിൽ പോലും നമ്മൾ ഇതിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങിപ്പോയി ഓരോരോ എത്രയോ കോഴ്സുകളാണ് എടുത്തത്. CDPO, ICDS സൂപ്പർവൈസർ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട്. അപ്പോൾ ഇവരിൽ ആരൊക്കെ ഉണ്ടായി എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ എന്തായാലും കിടക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ഉണ്ടായി റാങ്ക് ജോലി കിട്ടിപ്പോയവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ പലരും പല കോഴ്സ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് ഉള്ളവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് പറ്റിയത്, അതിൽ എത്താൻ പറ്റാതിരുന്നതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളതിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമം, ഇനി അടുത്തൊരു ശ്രമം എന്തായാലും അതിലെത്തും എന്നുള്ളൊരു തീരുമാനമാണ്. സമയം നമുക്ക് ഓരോരുത്തരും കളയാനില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് രണ്ടും കൂടി ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് വരുമ്പോൾ, ഇപ്പോൾ വെൽഫെയർ ഓഫീസറിൻ്റെയും ഇതിൻ്റെയൊക്കെ സിലബസുകളിൽ വരുമ്പോൾ കുറേ ഭാഗങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്കത് വിഷമം ഉണ്ടാകത്തില്ല. അതല്ലാതെ രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ്. ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇതും തമ്മിലാകുമ്പോൾ എന്താണ് വ്യത്യാസങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ പഠിക്കാനായിട്ട് വിഷമങ്ങൾ വരും. കാരണം അത് വേറെ ഇത് വേറെ. അപ്പം അങ്ങനെ വരുമ്പോൾ പഠിക്കാനായിട്ടുള്ള വിഷമങ്ങൾ വരും. ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. ഇപ്പം ഇതിൽ സോഷ്യൽ, അപ്പം ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈക്കോർട്ടിൽ ഉള്ള പ്രിൻസിപ്പൽ കൗൺസിലറുടെ ആ സിലബസിൽ അവർ സിലബസ് കൃത്യമായിട്ട് 1, 2, 3 എന്നൊന്നും പറയുന്നില്ല. നമ്മൾ വെൽഫെയർ ഓഫീസറുടെ അല്ലെങ്കിൽ കേരള PSCയുടെ സിലബസ് എടുത്താൽ സോഷ്യൽ വർക്ക് ഇന്ന മേഖല, കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ പറയാത്തിടത്തോളം
കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഈ ആഴക്കടലും മൊത്തം നമുക്ക് നോക്കേണ്ടി വരും. സൈക്കോളജി എന്ന് പറയുന്ന ആഴക്കടലും മൊത്തമായിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഒരു കോച്ചിങ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാം, ഇന്ന മേഖലകളാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അവർ എക്സ്പെർട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ മേഖലകളിൽ നിന്ന്, ഇപ്പോൾ ലോ റിലേറ്റിംഗ് ടു ചൈൽഡ്, ഫാമിലി ആൻഡ് ചൈൽഡ്, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇന്ന മേഖലകളിൽ നിന്ന് വരാനായുള്ള സാധ്യതകൾ ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട്, മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ സിലബസ് കവർ ചെയ്തു പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നതും ഇതെല്ലാം നമ്മൾ മാനദണ്ഡമാക്കുന്നുണ്ട്. പിന്നെ ആ തസ്തികയുടെ മഹാത്മ്യം എങ്ങനെയാണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആകാം, അതാണ് ഞാൻ പറയുന്നത്. ഫാമിലി കോർട്ട് റൂളും അതേപോലെ ആക്റ്റും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോകണം. കാരണം അതിലാണ് പ്രധാനമായിട്ട് ഈ തസ്തികയെ പറ്റി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ മേഖല മാത്രം ടച്ച് ചെയ്താലും പറ്റത്തില്ല. അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ചില മേഖലകൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കോച്ചിങ്ങിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ക്ലാസ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സിലബസ് കവർ ചെയ്തിട്ടൊക്കെ പോരാനായിട്ട് പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോഴാണ് അത് പഠിക്കാനായിട്ടുള്ളൊരു താല്പര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ നമുക്ക് കുറച്ച് റെക്കോർഡഡ് കിട്ടി അല്ലെങ്കിൽ അപ്പം നമ്മൾ വിചാരിക്കും അത് പിന്നെ പഠിക്കാം. ഇതാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി, മനസ്സിലായോ? നമ്മളിപ്പോൾ കുറേ ഫയലുകൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് തലക്കാകമില്ലാത്തൊരു പ്രശ്നമാണ്. അതേസമയം കുറച്ചായിട്ട് നമ്മൾ കിട്ടുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സുകളിലൂടെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാവുന്ന രീതി നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സമയം കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ സാറ്റർഡേ സൺഡേക്ക് ആണെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു കഴിയാനുള്ളത് ഇടാം. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് കാര്യക്ഷമമായിട്ട് വർക്കൗട്ട് ചെയ്യാം. പിന്നെ നോട്ടുകൾ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കിട്ടും. ഓൺലൈൻ ക്ലാസ്സുകൾ കൂടാതെ തന്നെ ഇപ്പോൾ ആ ക്ലാസ്സിൽ കൂടാൻ കഴിയുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വേർഷൻ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ PDF നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സംവിധാനം കൂടി നമുക്ക് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൽ ഓരോ പ്രാവശ്യവും നമ്മളത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്കതിപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാണ്. പിന്നെ കുട്ടികളെ കോഴ്സ് ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതും നമുക്ക് പറയാം. അതായത് അതിൽ നമുക്കിപ്പോൾ കോഴ്സ് ഫീസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 6000 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഒറ്റത്തവണയായിട്ട് നിങ്ങൾ അടക്കുകയാണെങ്കിൽ 5000 രൂപ അടച്ചാൽ മതിയാകും. അതല്ല, ഘട്ടം ഘട്ടമാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ ആണ് 6000 രൂപ വരുന്നത്. അപ്പോൾ മൊത്തം 6000 രൂപയാണ് നമുക്ക്. ഒറ്റയടിക്ക് അടക്കുകയാണെങ്കിൽ 5000 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. ഘട്ടം ഘട്ടമാണെങ്കിൽ നമുക്ക് 6000 രൂപയും എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ പൈസയിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, നോട്ട്, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. എക്സാമിൻ്റെ തലേ ദിവസം വരെ നമുക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇതിപ്പോൾ ഈ പ്രാവശ്യം അങ്ങ് എടുക്കുന്ന ഒരു കോച്ചിങ് അല്ല. കഴിഞ്ഞ 2 തവണകളിലായിട്ട് നമ്മൾ കോച്ചിങ് ഇട്ടുള്ള ഒരു രീതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്നത് പോലെ താല്പര്യമുള്ളവർ, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് ഫീസ് അടക്കുക. നമ്മൾ വൈകിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കണം. ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല കൂടുതൽ പ്രശ്നം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. പക്ഷേ ഞാൻ കരുതുന്നത് നമുക്കാണ് പ്രശ്നം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ പ്രശ്നമായിട്ട് മാത്രം ഞാൻ തള്ളിക്കളയുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കാണ് ഇവിടെ പ്രശ്നം വരുന്നത്.
അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ഓരോരുത്തരും നേരത്തെ തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു മനോഭാവം. കാരണം കഴിഞ്ഞതൊക്കെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാത്തതിൻ്റെ ഓരോ വർഷം കഴിയും തോറും എത്രയോ കുട്ടികളാണ് പുതിയതായിട്ട് വരുന്നത്. ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ വയസ്സിലേക്കാണ്. ഇപ്പോൾ തന്നെ 18നും 36നും മധ്യം എന്ന് പറയുന്നത് ഈ വയസ്സിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 18 എപ്പോഴേ കഴിഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ്. ബാക്കി 36 എത്താനായിട്ട് നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 39ൻ്റെ പടിവാതിക്കൽ നിൽക്കുന്നവരുണ്ട്, 41ലേക്ക് ചവിട്ടിയ മറ്റു വിഭാഗക്കാരുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിൽ ഒഴിവുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതൊന്നുമല്ല. നിങ്ങളൊരു ഗവൺമെൻറ് ജോലി മോഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ പലരും ചോദിക്കുന്നുണ്ട് ഇത് ഗവൺമെൻറ് ജോബാണോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ബേസ് ആണോ ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റൂൾ 17 പ്രകാരം ഹൈക്കോടതിയാണ് ഈ പ്രിൻസിപ്പൽ കൗൺസിലിൻ്റെ നിയമനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് പറയുന്നു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ജോബ് തന്നെയാണ്, ഒരിക്കലും കോൺട്രാക്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു ജോബൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യത്തോടുകൂടി, അതായത് എനിക്കിത് നേടണം, അപ്പോൾ വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു കട്ട് ഓഫ് സമയം നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം സമയം കൊടുക്കാം, 3 months. അതായത് ഇതിപ്പോൾ ജാനുവരി, എൻ്റെ നോട്ടത്തിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മിക്കവാറും ഈ പറയുന്ന പോലെ എക്സാം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ 3 ദിവസം 2-2.5 മാസത്തിനുള്ളിൽ നമുക്ക് ഇത് കവർ ചെയ്ത് കൃത്യമായിട്ട് വരണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു കാരണവശാലും അപ്പോൾ ചോദിക്കും ഇത് എടുത്ത് തീരൂ സാറേ, അത് എൻ്റെ കയ്യിലേക്ക് വിട്ടേക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. മനസ്സിലായി? അതേപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷൻസ്, ഇപ്പോൾ ലോയുടെയൊക്കെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ലോയുടെയൊക്കെ വേർഷൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ വേറെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ഇടുക. മനസ്സിലായോ? അത് എടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഇട്ട് തരുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം നമുക്ക് ടൈം മാനേജ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു മുഴുവൻ കുട്ടികളും ചിലപ്പോൾ ഓൺലൈനിൽ വരാനായിട്ടുള്ള സാധ്യതകളില്ല. മനസ്സിലായി? ഇപ്പോൾ ഇന്ന് തന്നെ കുറേ പേര് വിളിച്ച് അറിയിച്ചിരുന്നു അങ്ങനെ ഓൺലൈനിൽ വരാൻ കഴിയത്തില്ല, ഇന്ന് വേറൊരു തിരക്കുണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ എന്തായാലും നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഇടും, അതേപോലെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾ ഓൺലൈനിൽ വരുന്ന ഒരു ചുരുക്കമായിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ റെക്കോർഡഡ് ക്ലാസ്സുകളും കൊടുത്ത് ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് പഠിക്കണം, എന്തായാലും ഞങ്ങൾ പഠിക്കും, ആ ഒരു തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കുക. അതിനു വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറാകാനായിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ തടസ്സങ്ങളും ഒന്നിനൊന്നായിട്ട് അങ്ങ് മാറും. പലപ്പോഴും പലർക്കും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെ തിരക്ക്, അതേപോലെ കുട്ടികളുള്ളവരാണ്, കുട്ടികളെ നോക്കണം, കുട്ടികളുടെ പഠിപ്പ്, അതേപോലെ ജോലി സ്ഥലത്തെ പഠിപ്പ്, ഇവിടെ എല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വെറും 3 മാസം. ഈ 3 മാസം കൊണ്ട് നിങ്ങളുടെ ഭാവി ഭാഗധേയം അങ്ങ് മാറ്റിമറിക്കാൻ പോവുകയാണ്. 55,200 തുടങ്ങി 1,15,300 രൂപ ശമ്പള സ്കെയിലുള്ള ഒരു തസ്തികയിലേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാകുവാണ്. മനസ്സിലായി? ഇത് വെറും വാക്കല്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. മനസ്സിലായി? അപ്പോൾ നമുക്കിത് നേടിയെടുക്കണം. അതിന് നിങ്ങൾ തനിച്ചല്ല, ഞാനും കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് കാലെടുത്തു വെക്കാം. അതല്ലാതെ നമ്മൾ അവർ കയറി ഇവർ കയറി എൻ്റെ പ്രായം ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് പരിതപിച്ച് നടന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ പരിതപിച്ച് നടക്കാനേ നമ്മുടെ വിധി. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കൊരു സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടണ്ടേ കുട്ടികളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടി ഈ MSW പഠിച്ചു? എന്തിനു വേണ്ടി സൈക്കോളജി പഠിച്ചു? ഒരു വീട്ടമ്മയാകാനോ വീട്ടച്ഛനാകാനോ ആയിരുന്നു നിങ്ങൾ പഠിച്ചത്? ചിന്തിക്കുക.
എന്തിനു വേണ്ടിയാ നിങ്ങൾ പഠിച്ചത്? ഈ അമ്മയാകാനും അച്ഛനാകാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സൈക്കോളജിയും സോഷ്യൽ വർക്കും പഠിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്നും കുട്ടികളോട് ചോദിക്കുന്ന കാര്യം ഇതാണ്. ഇത് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളുടെ ആ പഠനത്തിന് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണ്ടേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വരുന്ന എല്ലാ തസ്തിക മാത്രമല്ല, വരുന്ന എല്ലാ തസ്തികകളിലും നിങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതല്ലാതെ ഞാൻ സെലക്റ്റീവാണ്, എനിക്ക് ഒരേ സമയം ഒരു സാധനം മാത്രമേ പഠിക്കാൻ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ പിന്നെ ആ ഒരു സാധനം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് അത് ലഭ്യമായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നഷ്ടം നിങ്ങൾക്ക് തന്നെ. പ്രായം അങ്ങ് പോവുകയാണ്. ഇനിയൊരു എക്സാം നടക്കുന്നത് എന്നാണ്? കാലതാമസങ്ങൾ ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആ നമ്മളുടെ ഏജ് ഓവറായി പോയിട്ടുണ്ടാകും. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഘടകങ്ങളാണ്. പലപ്പോഴും പലർക്കും സംഭവിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പുഷ് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട്, അതായത് ഒരു ഹെൽപ്പ്, അതായത് നിങ്ങൾ തളർന്നു പോകുമ്പോൾ ആ വീഴ്ചയിൽ തളരല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് കിട്ടാത്തതിൻ്റെ ഒരു കുറവ് ഇന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ, നമ്മൾ വളർത്തുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. വലിയവരായ നമുക്കും ഉണ്ടത്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് നമ്മളങ്ങ് തളർന്നു പോകുമ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരൊന്നും അല്ല ഇതിലിരിക്കുന്നതെന്ന് എനിക്കറിയാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഈ തസ്തികയുടെ ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുവാണ്. പക്ഷെ എങ്കിൽ പോലും ഉള്ളിൽ എനിക്കത് കിട്ടോ എന്നൊരു ആശങ്കയാണ്. അതെനിക്ക് ലഭ്യമാകത്തില്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്നത്. ആ ഒരു മനസ്ഥിതിയാണ് നമുക്ക് മാറ്റേണ്ടത്. വളരെ കോൺഫിഡൻസോടുകൂടി ഏത് തസ്തികയായിരുന്നു, പ്രിൻസിപ്പൽ കൗൺസിലർ ആകട്ടെ, CDPO ആകട്ടെ, വെൽഫെയർ ഓഫീസർ ആകട്ടെ, എന്തുമാകട്ടെ, നമുക്കൊരു പൈസ പോലും നഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നടക്കും, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള നമ്മളുടെ തീരുമാനം. നമ്മളുടെ പ്രതിസന്ധികളോട്, നമ്മളുടെ പ്രയാസങ്ങളോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അതിനെ അടിച്ചമർത്താനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ നോ എന്ന് പറയുന്നതിന് പകരം നമുക്കത് കഴിയും, യെസ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം. നമ്മളുടെ പ്രതിസന്ധികളോ നമ്മൾ തകർത്തെറിയണം. അതാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ വിജയിക്കാനായിട്ടുള്ള വഴി. നമുക്ക് തമ്പുരാൻ നമ്മളിവിടെ നിയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യമാണ്. ചിന്തിക്കണം, നമുക്ക് ചിന്തിക്കണം. നമ്മൾ എന്തിനു വേണ്ടി വന്നു? ഒരു വീട്ടച്ഛനാകാനോ വീട്ടമ്മയാകാനോ അല്ല. നമുക്ക് കുറച്ച് നിയോഗങ്ങളുണ്ട്. ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പലരും സെൽഫ് ഫൈനാൻസിങ് ആയിട്ടൊക്കെ പഠിച്ചു, ഗവൺമെൻറ്റിൽ പഠിച്ചവരുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും പൈസയൊക്കെ എത്രയോ സമയങ്ങൾ ചിലവഴിച്ചു. MSW, സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിറ്റി വർക്ക് ഇതൊക്കെ പഠിച്ച് തലയിലൊക്കെ കയറ്റി എന്താ കാര്യം? വീട്ടിലെ കൊച്ചിനെ ഉറക്കാനാണോ? അല്ലെങ്കിൽ വീട്ടിലെ ജോലി എടുക്കാനാണോ നമ്മൾ ഇതെല്ലാം തലയിൽ കയറ്റി വെച്ചത്? അപ്പോൾ നമ്മുടെ അബ്രഹാം മാസ്ലോ പറയുന്നത് പോലെ നമുക്ക് ആ ഒരു ആത്മനിർവൃതി ഘട്ടത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് നമ്മൾ ഓരോരുത്തരുമാണ് അതിനു വേണ്ടി ശ്രമിക്കേണ്ടത്. അതല്ലാതെ നമ്മളുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പഴി പറഞ്ഞുകൊണ്ട്, നമ്മുടെ ചുറ്റുപാടുകളെ പഴി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എങ്ങും എത്തത്തില്ല. ഈ ചുറ്റുപാടുകൾ നമ്മൾക്കനുസരിച്ച് നമ്മൾ മാറ്റണം. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ചുറ്റുപാടുകൾ നമ്മൾക്കനുസരിച്ച് നമ്മൾ മാറ്റണം. ചുറ്റുപാടുകൾ അവിടെ ഉണ്ടാവും, അതിനെ നമ്മൾ മാറ്റണം നമ്മൾക്കനുസൃതമായിട്ടുള്ള രീതിയിൽ. എങ്കിലാണ് വിജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതല്ലാതെ ചുറ്റുപാടുകളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കണോടോ, എങ്കിലാണ് വിജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, പഠിക്കുക. അത് എങ്ങനെയായാലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ്ങിന് താല്പര്യമില്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ, എങ്ങനെയായാലും പഠിക്കുക. ഇതിനെന്നല്ല, എല്ലാത്തിനും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരാഗ്രഹമുണ്ട്. അപ്പം ആഗ്രഹം ഇല്ലാത്ത ഒരു കുഞ്ഞു പോലും ഇപ്പം ഈ ഗ്രൂപ്പിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ആഡായിട്ടില്ല. ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആഡായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ വന്ന് ഇത്രയും കുട്ടികൾ ഗ്രൂപ്പിൽ വന്ന് ആഡായി? പലരും വിളിച്ചു, ഈ പറയുന്ന രീതിയിൽ ഇന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുറേ പേര് വിളിച്ചു പറഞ്ഞു.
വളരെ നല്ലൊരു സ്വീകരണമാണ് ഈ പറയുന്ന ഈ പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയ്ക്ക് കിട്ടിയത്. അപ്പോൾ എന്താ അതിന് പിന്നിലുള്ള രഹസ്യം? ആർക്കും ആഗ്രഹമില്ലായ്മയില്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പിന്നെന്താണ്, ഇങ്ങനെ ഓരോരോ പ്രതിസന്ധികളിൽ ഒരു ദിവസം ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെയായുള്ള പ്രതിസന്ധി വരുന്നത്. അപ്പോൾ അവിടെ ബുക്ക് അവിടെ ഇട്ട് 1, 2, 3 ദിവസം ആകുമ്പോൾ ഒരു തീരുമാനത്തിലെത്തും. അങ്ങനെ തീരുമാനം എടുക്കാൻ നമ്മൾ വളരെയേറെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. എനിക്കൊന്നും നടക്കത്തില്ല, കാരണം 3 ദിവസം ഇരുന്നിട്ട് ഒരു കുന്തവും പഠിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ തിരക്ക് ഇവിടെ തിരക്ക്, വെറുതെ ആ പൈസ പോയി. ഇതാണ് ചിന്താഗതി. അങ്ങനെയല്ല, ജീവിതമാണ്. ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിൽ പരിശീലിക്കാനായിട്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതാണ് ഞാൻ പറയുന്ന പാറയുടെയും ജലത്തിൻ്റെയുമായിട്ടുള്ള കഥ പറഞ്ഞത്. അതായത് പാറയും ജലവും നിരന്തരം മത്സരത്തിലാണ്. അവസാനം ജയിക്കുന്നത് ജലം തന്നെയാണ്. പാറ വളരെ ശക്തനാണ്, ജലം അത്ര ശക്തനല്ല. പക്ഷേ ശക്തി കൊണ്ടല്ല, നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൽ ഒരിക്കൽ ആ ജലം ആ പാറയെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അതിൽ നമ്മൾ വിട്ടുവീഴ്ച വരുത്തുന്നിടത്തോളം കാലം നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറകിലോട്ട് ഇങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പുറകിലോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നമ്മളെപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പോസിറ്റീവായുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തിക്കൊണ്ട് എനിക്കിത് നടക്കും, നടന്നേ തീരൂ എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇനി ഞാൻ എൻ്റെ ഭാഗത്തുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി വല്ല സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയുന്നതാണ്. എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ ചോദിക്കാനായിട്ട്? ക്ലാസ്സിൻ്റെ സമയം വൈകിട്ടായിരിക്കും കുട്ടി. നമുക്ക് കാരണം എല്ലാവരും ജോലിക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകിട്ടായിരിക്കും. വൈകിട്ട് നമുക്ക് ഒരു 7:30 ശേഷമുള്ള ഒരു ടൈം ആയിരിക്കും മിക്കവാറും. മനസ്സിലായോ? അത് നമുക്ക് ഒരു 1.5 മണിക്കൂർ, ഇനി കൂടിയാൽ അത് 2 മണിക്കൂർ, അങ്ങനെയുള്ള ഒരു ഡ്യൂറേഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് ടോപ്പിക്കുകൾ കൂടുതൽ കവർ ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഡ്യൂറേഷൻ നമുക്ക് സ്വല്പം കൂട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നാൽ, പക്ഷെ എങ്കിൽ പോലും ഈ തുടർച്ചയായിട്ട് എല്ലാവർക്കും ഇരിക്കാനൊക്കെ പ്രയാസമൊക്കെ വരും. അപ്പം നമുക്കത് വേറെ ഈ പറയുന്ന രീതിയിൽ വേറൊരു ഷിഫ്റ്റോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് വേറെ ഷിഫ്റ്റുകൾ വെച്ച് മുന്നോട്ട് പോവുമോ അങ്ങനെയൊക്കെ ചെയ്ത് നീങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ടൈം ഈ പറയുന്ന രീതിയിൽ എപ്പോഴും വൈകിട്ടത്തെ സമയമാണ് എല്ലാവർക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായങ്ങളിൽ മാറ്റങ്ങൾ വന്നാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുലർച്ചെ ക്ലാസ്സുകൾ വെക്കാവുന്നതും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ചില മുമ്പൊക്കെ ഞാൻ പുലർച്ചെ വെക്കുമായിരുന്നു. ഒരു പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ തസ്തികയിൽ കോച്ചിങ് എടുത്തപ്പോൾ എല്ലാം വൈകിട്ട് തന്നെയായിരുന്നു ക്ലാസ്സുകൾ വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വൈകിട്ട് തന്നെയാണ്. നമുക്ക് ഒരു 7:30 ശേഷമുള്ള ഒരു സമയത്ത് നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെനസ്ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുട്ടി. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ഇതുപോലെ സംഘടിപ്പിച്ചു, കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു, ഫീസിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അവർക്ക് ഫീസ് അടക്കാനായിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ട് വെനസ്ഡേ വൈകിട്ട് തുടങ്ങി നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇനിയും വൈകിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും നമുക്കും മൊത്തം പ്രശ്നമാവും. കാരണം വെച്ചാൽ ഓരോ ദിവസങ്ങളും നമ്മുടെ കേരള PSC ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് പോകും എന്ന് വിചാരിക്കാം. ഇതെന്ന് വെച്ചാൽ വളരെ ഡെഫിനറ്റ് ആയുള്ളൊരു പീരീഡിൽ എക്സാം നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂട്ടി അത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കുകയും വേണം. വളരെ കുറച്ച് സമയമുള്ളത് കൊണ്ട് അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്തൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ലോസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ബേസിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പം അങ്ങനെ, അതായത് നമുക്ക് വേറെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വേറൊരു കോച്ചിങ് അങ്ങനെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അപ്പോൾ ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോയത്. ഹെലീനൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത് ഇൻ്റർവ്യൂവിനും അത് പ്രയോജനപ്പെടും. അതല്ല നമ്മളൊരു ബഹളം പിടിച്ച് വളരെ ധൃതിയിൽ ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി ആ പൈസയും മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ളൊരു മെച്ചം ഉണ്ടാകണം. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളിൽ നിന്ന്, അതായത് നിങ്ങൾ ഓരോരുത്തരും ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്കൊന്ന് നാളുകളിൽ പറയാനായിട്ട് പറ്റണം. അപ്പോൾ തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നത് കഴിഞ്ഞ എക്സാമിൽ കുറച്ചു പേരെ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ്. അതേപോലെ പല എക്സാമുകളിലും നമുക്ക് കുട്ടികളെ ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഇതാണ്. കഴിഞ്ഞ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിലും നമ്മൾ ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ ഫസ്റ്റ് റാങ്ക് ഞാൻ പരിശീലനം കൊടുത്ത്, ഞാൻ കോച്ചിങ് കൊടുത്ത കുട്ടിയാണ് ആർദ്ര എന്ന് പറയുന്നത്. ഈ ആർദ്ര പ്രിൻസിപ്പൽ കൗൺസിലറുടെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. ആണ് ഞാൻ പറഞ്ഞത്. ആ രണ്ടിലും ആ കുട്ടി ഈ പറഞ്ഞ രീതിയിൽ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടിലും ആ കുട്ടി വന്നു. പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയത് ഏതിലാണ്? ഈ പറയുന്ന ഡെപ്യൂട്ടി. അതിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ആ കുട്ടിക്ക് കണ്ണൂർ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇതിൽ ആ കുട്ടിക്ക് ഈ പറയുന്ന രീതിയിൽ പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തു. പ്രിസ്ക്രൈബ്ഡ് ഇതില്ല, നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടായില്ല. കുട്ടി പക്ഷെ എന്നാലും അപേക്ഷിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ നിർവാഹമില്ല എന്നുള്ള ഒരു മെമ്മോയാണ് ആ കുട്ടിക്ക് കിട്ടിയത്, ഈ ആർദ്രയ്ക്ക്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിലും നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അതിൽ ആ കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് മാത്രമാണ് ആ കുട്ടി നോക്കിയിരുന്നെങ്കിലോ, പ്രിൻസിപ്പൽ കൗൺസിലർ മാത്രമാണ് നോക്കിയിരുന്നെങ്കിലോ റാങ്ക് ലിസ്റ്റിൽ വന്നു, പക്ഷെ നിയമനം വല്ലതും കിട്ടിയോ? ഇല്ല. പക്ഷെ ആ കുട്ടി അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറിലും നോക്കി. ആ കുട്ടിക്ക് ഈ പറയുന്ന രീതിയിൽ റാങ്ക് കിട്ടി, 1ാം റാങ്ക് കിട്ടി, നേരെ ഇതിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും ചാരിതാർത്ഥ്യത്തോടുകൂടി എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ പഠിച്ചാൽ കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പങ്കെടുത്ത് തന്ന റിസൾട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ എനിക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് കഴിയത്തില്ല. അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങൾ ആണ് ഏറ്റവും വലിയ ശക്തി. നമുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ തനിച്ചല്ല, ഞാനും കൂടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും കാര്യങ്ങൾ, ഈ പറയുന്ന ബുധനാഴ്ച നമുക്ക് ക്ലാസ്സുകൾ, വെനസ്ഡേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിനു വേണ്ടി തയ്യാറുള്ളവർ ഫീസ് അടക്കണം. ഫീസ് അടക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളും എല്ലാം തരാം. അപ്പോൾ ഫീസിൻ്റെ കാര്യം ഒന്നുകൂടി ഞാൻ പറയുന്നു. ഫീസ് നമുക്ക് മൊത്തം 6000 രൂപയാണ്. ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ 5000 രൂപ അടച്ചാൽ മതിയാവും. ഇനി ഘട്ടമാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ നിങ്ങൾ 6000 രൂപയാണ് അടക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. പിന്നെ പഠനത്തിൻ്റെ രീതി, അതായത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാകും. അതിൽ കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ പേടിക്കേണ്ട, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിന് മുമ്പ്, ഇപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് മുമ്പ് ആ റെക്കോർഡഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യും. പിന്നെ അതിൻ്റെ നോട്ട്സ് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയ ശേഷം അതിൻ്റെ നോട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫാമിലി കോർട്ട് ആക്ട് ആണ് എടുത്തതെങ്കിൽ ആ ആക്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ നോട്ട് അപ്ലോഡ് ചെയ്യും. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്പിലാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ മേഖലകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഇടണം. അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചത് നമുക്ക് മൈൻഡിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചെക്കിംഗ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടുന്നത്.
അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോ ടോപ്പിക്കുകൾ വരുമ്പോൾ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലും നമ്മൾ എടുത്തത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അത് 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ ഒരു രീതി നോക്കിയിട്ട് ഓരോ ആഴ്ചയിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് പോർഷൻസ് ഇപ്പോൾ എടുക്കേണ്ടതുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആഴ്ചയിലുള്ള ടെസ്റ്റ് പേപ്പറുകൾ അങ്ങ് മാറ്റിയിട്ട് 2 ആഴ്ച ആകുമ്പോൾ കുറേ കൂടി ടോപ്പിക്കുകൾ കിട്ടുമല്ലോ. എന്നിട്ട് ആ മേഖലകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഇടാം. അതേപോലെ മന്ത്ലി ഈ 4 ആഴ്ച എടുത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇട്ട പരിശീലനം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനം വളരെയേറെ നിർബന്ധമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ പ്രൊബേഷൻ ഓഫീസർക്കാണെന്നുണ്ടെങ്കിലും ഈ ICD സൂപ്പർവൈസർ കുറേ പേർക്കൊക്കെ ആ ഒരു രീതിയിൽ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ പ്രാവശ്യം ചെയ്തുള്ള പരിശീലനം. അപ്പോൾ നമ്മുടെ കേരള PSC പോലെ അത്രയും വലക്കുന്നതല്ല ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ കുറച്ച് പരിശീലനം എപ്പോഴും നല്ലതാണ്. നെഗറ്റീവ് മാർക്കിങ് ഇതിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നൊരു പരിശീലനം നടത്തി മുന്നോട്ട് പോകാം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വേക്കൻസി ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും വേക്കൻസിയിലേക്ക് കണ്ണും നട്ട് നോക്കരുത്. കാരണം വേക്കൻസി ഇപ്പോൾ 100 വേക്കൻസി ഉണ്ടായാലും 1000 വേക്കൻസി ഉണ്ടായാലും പഠിക്കണ്ടേ കുട്ടി? പഠിക്കാതെ നമുക്ക് കിട്ടുമോ? താൻ പഠിച്ചാലാണ് തനിക്ക് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമുക്ക് അതിൽ വേക്കൻസിയിൽ എല്ലാവരുടെയും മനോഭാവം അതാണ്. അതായത് കൊട്ടക്കണക്കിന് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ്. എങ്ങനെ കിട്ടും നിങ്ങൾ പഠിക്കാതെ? ഇപ്പം ഇതിൽ ഞാൻ പറയാം, വേക്കൻസികൾ കൃത്യമായിട്ട് അവർ 4 വേക്കൻസിയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനിയുള്ള ഒരു തസ്തികയിലും കൊട്ടക്കണക്കിന് വേക്കൻസി ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 100 കണക്കിനോ 1000 കണക്കിനോ ഒന്നും വേക്കൻസി ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ആകെ നിസ്സാരമായിട്ടുള്ള വേക്കൻസികളാണ് ഉണ്ടാകാനുള്ള സാധ്യത. അതായത് വിരലിൽ എണ്ണാവുന്ന വേക്കൻസികളെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു വേക്കൻസിയാണ്. അതിലേക്ക് ഒരിക്കലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ പ്രായത്തിലേക്ക് ഒന്ന് നോക്കുക. എനിക്ക് എത്ര വയസ്സായി, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ 2 കാര്യം മാത്രം നിങ്ങൾ ദയവ് ചെയ്ത്, ഇതൊരു അപേക്ഷയാണ്, നിങ്ങളുടെ അഭ്യുദയകാംക്ഷി എന്നുള്ള നിലയിലും ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലും ഒക്കെ എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഒരിക്കലും വേക്കൻസിയിലേക്ക് നോക്കരുത്. ആ ഭാഗം കണ്ണടച്ച് വെക്കുക. പകരം നിങ്ങളുടെ പ്രായത്തിലേക്കൊന്ന് നോക്കുക. എത്ര വയസ്സായി? 38 ആയോ? 36 കഴിഞ്ഞു? ജനറൽ ആണെങ്കിൽ 35ലേക്ക് എത്തിയോ? ഇതൊക്കെയാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ആ പ്രായം കഴിയുന്നതിന് മുമ്പ് ഒരു ജോലിയിലേക്ക് എത്തണം. വേക്കൻസി അല്ല പ്രാധാന്യം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവസാന ബെല്ലടിക്കാൻ വേണ്ടി നിൽക്കുവാണെന്ന് വിചാരിക്കുക. 35 കഴിഞ്ഞു, 36 വരെ പറ്റത്തുള്ളൂ. ആ 36ന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുവാണ്. വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എഴുതില്ലേ? എക്സാം എഴുതും. ഒന്ന് അവസാനമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതിക്കൊണ്ട്. ആ എഴുതൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എഴുതലായിരിക്കും. കാരണം അത്രയേറെ വിഷമം കൊണ്ടാണ് അത് എഴുതുന്നത്. കാരണം എന്നോട് ഒത്തിരി പേര് കരഞ്ഞ് എന്നോട് ഫോണിലൂടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ പ്രായം തീരുവാണ് സാറേ. അതേപോലെ ഈ പ്രാവശ്യത്തെ ICDS സൂപ്പർവൈസർ എഴുതാൻ പറ്റാതെ കരഞ്ഞ എത്രയോ കുട്ടികളുണ്ടെന്നറിയാവോ? അതാ പറയുന്നത്. അതേപോലെ CDPOയുടെ ഒരു കോച്ചിങ് ഇപ്പം ഇനി വരാനിരിക്കുന്ന CDPOക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ വിളിച്ചിട്ട്, സാറേ ഒന്ന് ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണേ സാറേ, കാരണം എന്താ വെച്ചാൽ എനിക്കത് എഴുതാൻ പറ്റുമോയെന്നറിയില്ല. കാരണം എൻ്റെ ആ വയസ്സ് ഈ പറയുന്ന കഴിയാറായിരിക്കണം, അതിനു മുമ്പ് വിജ്ഞാപനം വരുമോ സാറേ? ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പൊടിഞ്ഞു പോവുകയാണ്. കാരണം ഇവരെല്ലാം ആരെങ്കിലുമൊക്കെ ആണെന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ മനസ്സിൽ. കാരണം ഇവരെ ഒന്നും രക്ഷപ്പെടുത്താനായിട്ട് നമുക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കഴിഞ്ഞില്ലല്ലോ. അവർക്ക് ഈ അവസാന നിമിഷം വരെ ഈ ദുഃഖം, ഈ ദുരന്തം ഏറ്റെടുക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ദുഃഖം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും ഒരിക്കലും വേക്കൻസിയിലേക്ക് നിങ്ങൾ ചിന്തിക്കല്ലേ മക്കളെ. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്രായത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ പ്രായം അവസാനിക്കാറായോ? വേക്കൻസി നോക്കിയാൽ ഇനിയുള്ള കാലം എങ്ങും എത്താൻ പറ്റത്തില്ല. ഇത് ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അല്ലാതെ കോച്ചിങ്ങിൽ ആളെ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യമല്ല. നിങ്ങൾ ഏത് തസ്തിക എടുത്തു നോക്കുക. ഇപ്പോൾ വന്നത് പ്രൊബേഷൻ ഓഫീസറിൽ എത്ര വേക്കൻസി ഉണ്ടായി?
വെൽഫെയർ ഓഫീസറിൽ എത്ര വേക്കൻസി ഉണ്ടായി? എന്തിനു പറയുന്നു? നിങ്ങൾ കൊട്ടക്കണക്കിന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ICDS സൂപ്പർവൈസറിൽ എത്ര വേക്കൻസിക്ക് വേണ്ടിയാണ് വിളിച്ചത്? ഒന്ന് പറയാവോ? ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ വന്നത്. ശരിയല്ലേ? അപ്പൊ പിന്നെ ഇത് എന്തർത്ഥം? കഴിഞ്ഞ പ്രാവശ്യം 280ഓളം പേരെ എടുത്ത ICDS സൂപ്പർവൈസർ തസ്തികയിൽ ഇപ്രാവശ്യത്തെ വിജ്ഞാപനം വന്നപ്പോൾ എന്താ വന്നത്? ആൻറ്റിസിപ്പേറ്റഡ് പ്രതീക്ഷിത ഒഴിവുകൾ. വെൽഫെയർ ഓഫീസർ പ്രതീക്ഷിത ഒഴിവുകൾ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. അപ്പൊ നമ്മള് ഈ പ്രതീക്ഷിത ഒഴിവുകളാണെങ്കിലും നമ്മൾ ടോപ്പായാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് കഴിയും. നമ്മളുടെ തീരുമാനം. ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊട്ടക്കണക്കിനുണ്ടോ, ഇങ്ങനെ നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി വീട്ടിലുള്ളവരും ആ ഒരു സപ്പോർട്ടാണ് വീട്ടിലുള്ളവരും കൊടുക്കുക. ഇപ്പോൾ പാർട്ട്ണർ ആണെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും പറയും, അതൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല, 100 കണക്കിന് 1000 ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും, പിന്നെ നീ അത് പഠിച്ചിട്ട് നീ ഇപ്പം എവിടെ പോകാൻ? അതൊന്നും നടക്കില്ല. അപ്പൊ തന്നെ പകുതി മനസ്സായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതേ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ പകുതി മനസ്സിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ മറ്റൊരാളും കൂടി പറയുമ്പോൾ ഓക്കെ ആയി, ഇനി അത് കിട്ടത്തില്ല. അങ്ങനെയല്ല. നമ്മളുടെ തീരുമാനം നമ്മൾ എടുക്കുവാണ്. ഒരു വേക്കൻസിയാണ്, അല്ലെങ്കിൽ വേക്കൻസി ഒന്നുമില്ല, എനിക്ക് കഴിയും. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം നേടിയെടുക്കാനുള്ളതാണ്, അതല്ലാതെ ഇതുപോലെ കത്തിയെരിഞ്ഞ് തീരാനുള്ളതല്ല എന്നുള്ള ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രായത്തിലേക്ക് ദയവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കാനായിട്ട് നോക്കുക. എന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും. അധ്വാനിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞത് എന്താ? നമുക്ക് ഇവിടെ വെച്ച് മടങ്ങിപ്പോകാം. കൊളംബസ് കേട്ടില്ല, സീലോൺ എന്നാ പറഞ്ഞേ. അപ്പൊ അതാ പറയുന്നത്, നമ്മളുടെ ആ ഒരു പരിശ്രമം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്ന് നമുക്കില്ലാത്തൊരു ഘടകവും അത് തന്നെയാണ്. പരിശ്രമിക്കാനുള്ള മനസ്ഥിതിയില്ല. ഞാൻ എന്നും നമ്മുടെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കേവലം ഒരു മൃഗത്തിന്റെ ബുദ്ധി പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. നിങ്ങളെ മാത്രമല്ല, നമ്മളെന്നാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും മനുഷ്യവർഗം അങ്ങനെയാണ്. കേവലം ഒരു മൃഗത്തിന്റെ ബുദ്ധി പോലും ഇല്ല. അതിനുദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു പുലി ഒരു മുയലിനെ ഓടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആ പുലി, ഏതെങ്കിലും പുലി ആ ഗുഹയുടെ മുമ്പിൽ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പുലിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങയുടെ ഗുഹാമുഖത്ത് കെട്ടിത്തൂങ്ങി, ഞാൻ ഓടിച്ചിട്ട മാനിനെ എനിക്ക് കിട്ടിയില്ല, ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മാനിനെ എനിക്ക് കിട്ടിയില്ല, ഞാൻ അത് കാരണം ജീവൻ ഒടുക്കുകയാണ് എന്ന് സ്വന്തം പുലി. ഏതെങ്കിലും പുലി എഴുതി വെച്ച ചരിത്രമുണ്ടോ? ഇല്ല. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുലിക്ക് നിരാശയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു സാധനത്തിനെ കാണുമ്പോൾ, ഒരു മാനിനെ കാണുമ്പോൾ വീണ്ടും ഓടും, പരിശ്രമിക്കുവാണ്. ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ്. നേരെ മറിച്ച് നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു തസ്തികയിൽ കിട്ടിയില്ല, പിന്നെ നമ്മളുടെ പരിപാടി തീർന്നു, പണി തീർന്നു. നമ്മൾ ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടിയില്ല, അപ്പോൾ തന്നെ നമ്മുടെ പരിപാടി തീർന്നു. ഒരു കത്ത് എഴുതി അവിടെ വെക്കുവാണ്, ഞാൻ ഇഷ്ടപ്പെട്ട ഇന്നത് കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിയില്ല, ഞാൻ തെക്കോട്ട് പോവുകയാണ് എന്ന് സ്വന്തം ഡാഷ് എഴുതി വെച്ച് പരിപാടിയും തീർത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സെറിബ്രവും സെറിബല്ലവും എല്ലാം പൂർണ്ണ വളർച്ചയെത്തിയ നമ്മൾ ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇതിന്റെ ഒരു അംശം പോലും വളർച്ചയില്ലാത്ത പുലി കാണിക്കുന്നത് എന്താണ്? അങ്ങനെ എഴുതി വെക്കുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. വീണ്ടും ഒരു മാനിനെ കാണുമ്പോൾ ഓടുന്നു. ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സെറിബ്രവും സെറിബല്ലവും മെഡുല്ല ഒബ്ലാങ്കേറ്റയൊക്കെ വളർന്നു പന്തലിച്ച ആൽമരം പോലെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്തിനു വേണ്ടിയാ ജീവിതം? നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇന്ന് ഓരോ പൊസിഷനുകളില് ഓരോരോ റാങ്ക് ലിസ്റ്റുകളുടെ ടോപ്പിലെത്തിയവരാ, ഉദ്യോഗത്തിലേറിയവരാ, കഴിഞ്ഞ പ്രിൻസിപ്പൽ കൗൺസിലറുടെ തസ്തികയിൽ ജോലിക്ക് കയറിയവരാ. എല്ലാവരും നിങ്ങളെപ്പോലെ കണ്ണും കാതും മൂക്കും കയ്യും കാലും ഒക്കെ ഉള്ളവരായിരുന്നു. അല്ലാതെ അവർക്കൊരു സ്പെഷ്യാലിറ്റി ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ആ ഒഴിവുകളിലേക്ക് നോക്കിക്കൊണ്ട് അത് നടക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് മാറിക്കൊണ്ട് എല്ലാം നടക്കും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും
നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയും. ഇതൊന്നും ഒരു അധ്യാപകൻ വെറുതെ ഇങ്ങനെ പറയുന്ന വാക്കുകളായിട്ട് ചിന്തിക്കാതെ ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒരു നിമിഷം, ഇതെല്ലാം കഴിയുമല്ലോ, ഇത് കഴിയുമ്പോൾ ഒരു നിമിഷം ഇരുന്നൊന്ന് ആലോചിച്ചു നോക്ക്. പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടോ, ഞാൻ ശ്രമിക്കണോ എന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ടൊക്കെ തീരുമാനം എടുത്താൽ മതി. പക്ഷെ ആ തീരുമാനം എടുക്കുമ്പോൾ വൈകരുത്. ഏത് തീരുമാനവും നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കണം. അതല്ലാതെ നമ്മൾ കാലം പോയ കന്നിമാസത്തിൽ തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രായവും പോയിട്ടുണ്ടാവും. ചുക്കിച്ചുളിഞ്ഞ് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിൽ സ്വന്തം പേരക്കിടാങ്ങളോട് വർത്താനം പറയുന്ന സമയത്തിരുന്ന് അന്നത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇന്ന് തന്നെ എത്രയോ ആളുകളാ കാണുമ്പോൾ ചോദിക്കുന്നേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജോലിയൊന്നും ആയില്ലേ കുട്ടിയെ എന്ന് ചോദിക്കുമ്പോൾ എത്ര കാലമായി പഠിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയില്ല. സ്വയം വിഷമിക്കുവാണുള്ളിൽ. അതുപോലെ വീടുകളിൽ തന്നെ നീ കുറേ എക്സാം ആയല്ലോ എഴുതുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനു പറയുന്നു, മക്കൾ തന്നെ ചോദിക്കുന്നുണ്ടാവും പലരുടെ, അമ്മ അല്ലെങ്കിൽ അച്ഛ ഇത്ര എക്സാമായി എഴുതുന്നേ എന്ന് ചോദിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു വിങ്ങലാണ്. അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ എക്സാമുകളിലും നമ്മൾ വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിന് വേണ്ടത് തീവ്രമായിട്ടുള്ളൊരു മനസ്സാണ്, നെഗറ്റീവ് ഇല്ലാത്ത ചിന്താഗതികളാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവാണ്. മഹാന്മാരായിട്ടുള്ളവരെല്ലാവരും തന്നെ, രവീന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് എന്താണെന്നറിയാവോ? ജീവിതമാണ്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, എത്രമാത്രം പ്രയാസങ്ങളും തന്നോളൂ തമ്പുരാനെ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അത് താങ്ങാനായിട്ടുള്ള ഒരു മനസ്ഥിതി, അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി തരണമേ തമ്പുരാനെ എന്നാണ് പ്രാർത്ഥിച്ചത്. അല്ലാതെ പ്രശ്നങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത്, തന്നോളൂ. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളുമാണ് തീർച്ചയായിട്ടും നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ഒരാൾ വളരെ പ്രശ്നത്തിലിരിക്കുമ്പോൾ ആ പ്രശ്നത്തിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കും തീർച്ചയായിട്ടും. അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ വെളിച്ചമാകേണ്ടത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ദുരനുഭവങ്ങള്, നമ്മുടെ ദുഃഖങ്ങള്, നമ്മുടെ പ്രതിസന്ധികള്, നമ്മുടെ പ്രയാസങ്ങള്, അതാണ് നമുക്ക് വെളിച്ചമാകേണ്ടത്. ആ വെളിച്ചത്തിലേക്കാണ് നമ്മൾ നടക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തമ്പുരാൻ സഹായിച്ച് ഒരു ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുവാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പം അതിന് മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ട്, അധികം സമയമൊന്നുമില്ല, ഒരു 3 മാസം, നിങ്ങളുടെ ജീവിതത്തിലെ 3 മാസം ഒന്ന് മനസ്സുറച്ച് ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി കൈക്കുമ്പിളിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾ വിചാരിക്കണം, ഞാൻ വിചാരിച്ചു, നിങ്ങളും വിചാരിച്ചു, നമ്മൾ കൂട്ടായിട്ട് വിചാരിച്ചാൽ നമുക്കിത് കൈക്കുമ്പിളിലെടുക്കാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. അത് ഈ ഒരു തസ്തികയുടെ കാര്യം മാത്രമല്ല ഈ അധ്യാപകൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നേക്കുമായിട്ടുള്ള നിങ്ങളുടെ പ്രായം അവസാനിക്കുന്നതിന് മുമ്പ് വരുന്ന എല്ലാ എക്സാമുകളിലും നിങ്ങൾക്ക് പഠിക്കാനായുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണമേ എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും, ഇപ്പൊ നേരത്തെ ഒരു കുട്ടി അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ കുട്ടിയെ മോശമാക്കാനോ അല്ലെങ്കിൽ ഞാൻ നല്ലവനാണെന്ന് കാണിക്കാനോ വേണ്ടി ഇത്രയും സംസാരിച്ചതല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പഠിതാക്കളാകുമ്പോൾ എത്ര വേക്കൻസി ഉണ്ട് എന്ന് ചോദിക്കും, അത് സ്വാഭാവികം. പക്ഷെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ അത് ഉപദേശങ്ങൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അതിലൊരു പൊരുത്തക്കേട് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നമ്പരങ്ങൾ ചോദിച്ച കുട്ടിക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ സദയം ക്ഷമിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള മറുപടി തരാം. എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ ചോദിക്കാനായിട്ട്? ഒന്നുമില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ, ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇനി ബുധനാഴ്ച നാളെ തിങ്കൾ ചൊവ്വ
ബുധൻ 3 ദിവസം നമുക്ക് സമയം കൊടുക്കാം. വ്യാഴാഴ്ച തുടങ്ങി 3 ദിവസം സമയം കൊടുക്കാം. വ്യാഴാഴ്ച തുടങ്ങി നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ പറയുന്ന രീതിയിൽ അറിയിക്കുക. ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഫീസ് അടക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടാം. അപ്പോൾ അടക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോൾ എന്നും നമ്മൾക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ എല്ലാവിധ സൗഖ്യങ്ങളും നൽകി നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു മനസ്ഥിതി ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവര് നമുക്കിടയിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് തന്നെ പലവിധ പ്രയാസങ്ങളുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സൗഖ്യങ്ങൾ നൽകി, രോഗശമനങ്ങൾ നൽകി, ദീർഘായുസ് നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.